ഓക്കെ, ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ ഓണപരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഹാപ്പി ന്യൂസ്, സന്തോഷ വാർത്തയായിട്ടാണ് നിഹാൽ സാർ വന്നിട്ടുള്ളത്. അത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷ ഏറ്റവും എളുപ്പമുള്ള ഓണപരീക്ഷ ആയിരിക്കും ഈ വർഷം. അത് എളുപ്പമാകാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ തവണ ഓണപരീക്ഷയ്ക്ക് ഒരുപാട് കുട്ടികൾ ഒരു ക്ലാസ്സിൽ, കേരളത്തിലെ മൊത്തം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെങ്കിലും തോൽക്കാത്ത കുട്ടി ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ടഫായിരുന്നു കഴിഞ്ഞ തവണത്തെ ഓണം എക്സാം. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മാറി, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. ആ ടെക്സ്റ്റ് ബുക്കും ക്വസ്റ്റ്യൻ പാറ്റേണും മാറിയത് മാത്രമല്ല, പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കണ്ടന്റും ചാപ്റ്റേഴ്സ് കൊടുത്തൊക്കെ കുറച്ച് അധികമായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളെ എന്താ പറയാ പ്രയാസത്തിലാക്കിയ 2 സബ്ജക്റ്റ് ആയിരുന്നു. ഒന്ന് മാത്സും അതേപോലെ സോഷ്യൽ സയൻസും. മാത്സും സോഷ്യൽ സയൻസും. കാരണം നമുക്ക് ആദ്യം സോഷ്യൽ സയൻസിന്റെ കാര്യം ഞാൻ പറയാം. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ അവർ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും ചാപ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 1, 2, 4 ഈ 3 ചാപ്റ്റേഴ്സ് ആണ് 2025 ഓണപരീക്ഷയ്ക്ക് ഒരു കുട്ടി പഠിക്കേണ്ട ചാപ്റ്റർ. ഇതില് 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും കണ്ടന്റ് വൈസ് ഒരുപാട് പഠിക്കാനുണ്ട്. ശരിക്കും ആ കൊടുത്ത പ്രൊപ്പോർഷൻ കുട്ടികളെ സംബന്ധിച്ചുള്ള വലിയൊരു എന്താ പറയാ പഠിച്ചെടുക്കാൻ വലിയ ടാസ്ക് ആയിരുന്നു. എന്നാൽ ഇത്തവണ അത് എൻറ്റയർലി മാറി. ഈ 4ാമത്തിന് പകരം ഈ തവണ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി 3ാമത്തെ ചാപ്റ്റർ ആണ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയൊരു ഭാരം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറയുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ സയൻസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നുകൂടിയും സിമ്പിൾ ആയിട്ട് റിലാക്സ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ഇനി 2ാമത് കാര്യം മാത്സിന്റെ കാര്യമാണ്. മാത്സ് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിരുന്ന 5 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം വളരെ കുറച്ച് സമയം ആകെ കിട്ടുള്ളൂ. ഈ ഒരു ആകെ 2 മാസം കൊണ്ട് 5 ചാപ്റ്റർ പഠിച്ച്, അതും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതൊക്കെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ നിങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ട് 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും മിക്കവാറും നല്ല മെജോറിറ്റിയും നിങ്ങൾ എല്ലാ സ്കൂളിലും അല്ലെങ്കിൽ നിലവിലെ സിലബസ് പ്ലാൻ പ്രകാരം 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുക അയ്യോ എന്റെ സ്കൂൾ ഇത്ര എത്തിയില്ലല്ലോ സാർ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ ഇപ്പോൾ എത്ര നിങ്ങളെ ചാപ്റ്റേഴ്സ്, ഞാൻ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ മുഴുവൻ സബ്ജക്റ്റും എത്രത്തോളം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ഒരാഴ്ച കൊണ്ട് ഇനി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിപ്പിക്കാത്ത ഭാഗത്ത് വരികയാണെങ്കിൽ ടീച്ചേഴ്സ് അത് മാറ്റി തരും. അതിന് ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ഈ 2 കാര്യം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. 3ാമത്തെ ഒരു കാര്യം, ഈ വരുന്ന അടുത്ത ദിവസങ്ങളിലായിട്ട് മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും വിത്തിൻ 30 മിനിറ്റ്സ് വീഡിയോ നമ്മുടെ റേസിന്റെ ഫൗണ്ടേഷൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അത് 10ാം ക്ലാസ്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും, നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ 30 മിനിറ്റ്സ് വീഡിയോ. 30 മിനിറ്റ്സ് ആ ചാപ്റ്റർ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പഠിപ്പിക്കും. പിന്നെ A+ ലെവൽ ക്വസ്റ്റ്യൻസും സീരീസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് ആയിട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, അതിലാരും നിങ്ങൾ മടി കാണിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കൺസേൺ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്തവണത്തെ ഓണപരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ അപേക്ഷിച്ച് റിലാക്സ് ചെയ്ത് ഓണപരീക്ഷ ചെയ്താൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷത്തെക്കാളും ഒരാഴ്ച മുന്നെയാണ് ഈ വർഷത്തെ ഓണപരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് ടെൻഷനും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ താഴെ ജസ്റ്റ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാം നിഹാൽ സാർ സെർച്ച് ചെയ്താൽ മതി. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് അവിടെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇത്തവണ ഓണപരീക്ഷ നമ്മൾ തൂക്കും, റിലാക്സ് ചെയ്ത് ഹാപ്പി നമ്മൾ പഠിക്കും. അപ്പൊ റേസിന്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ കൊടുക്കാനും മറക്കരുത്.